എല്ലാ പ്രിയ പ്രേക്ഷകർക്കും PNR ക്രിയേഷൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൻ പതിയെ അവളുടെ വയറിനെ മറച്ചുകൊണ്ട് പാറി വീഴുന്ന സാരി മാറ്റിക്കൊണ്ട് അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർത്തി മുത്തി. പെരുവിരലിൽ നിന്ന് ഒരു തരിപ്പ് കയറുന്ന അവൾ അറിഞ്ഞു. അറിയാതെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവന്റെ കുറ്റിത്താണി അവളെ ഇക്കിളിപ്പെടുത്തിയതും അവൾ സാരിത്തുമ്പ് പിടിച്ച് ഞെരിച്ചു. അത് കണ്ടതും അവൻ ചിരിയോടെ എണീറ്റ് നിന്നു. അവന്റെ മുന്നിൽ വിറയിലോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. എന്റെ 2 പിള്ളേരെ പ്രസവിച്ചിട്ടും നിനക്കിപ്പോഴും പേടി മാറിയിട്ടില്ലേടി? അവന്റെ ചോദ്യം കേട്ടതും അവൾ ആകെ വിളറി വെളുത്തു. മാളുവിന് മെഡിസിൻ കൊടുക്കാൻ സമയമായി. അതും പറഞ്ഞ് തിരിഞ്ഞോടുന്ന രുദ്രയെ നോക്കി ചിരിയോടെ അവൻ നിന്നു. അച്ചൂട്ടാ, മാളു എന്തിയെ? സോഫയിൽ ഉറങ്ങിക്കിടക്കുന്ന കണ്ണന്റെ മുതുകിലിരുന്ന് കളിക്കുന്ന അച്ചുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് രുദ്ര ചോദിച്ചതും അവൻ കുറച്ചപ്പുറത്ത് മാറിയിരുന്ന് മാളൂട്ടിയെ കളിപ്പിക്കുന്ന നീതുവിന് നേരെ കൈ ചൂണ്ടി കാണിച്ചു. അത് കണ്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് അച്ചുവിനെ എടുത്ത് അവളുടെ നേർക്ക് നടന്നു. നീതു, മോളിങ് തന്നേക്ക്, അവൾക്ക് മരുന്ന് കൊടുക്കാനുള്ള സമയമായി. ഞാൻ വരുന്നവരെ ഈ ചെക്കിനെ നോക്കിക്കോണേ. നീതുവിന്റെ അടുത്തായി അച്ചുവിനെ ഇരുത്തിക്കൊണ്ട് മാളൂട്ടിയെടുത്ത് അവൾ മുകളിലേക്ക് പോയതും നീതു അച്ചുവിന് നേരെ തിരിഞ്ഞു. അവൾ അവനെ എടുക്കാൻ തുനിഞ്ഞതും അവൻ അവിടുന്ന് ഊർന്നിറങ്ങി കണ്ണന്റെ അടുത്തേക്ക് ഉരുണ്ടുരുണ്ട് ഓടിയതും നീതു അവന്റെ പിന്നാലെ ഓടി. അച്ചൂട്ടാ, നിക്ക്! അവൾ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ സോഫയിൽ വലിഞ്ഞു കയറി. അതിൽ കിടന്ന കണ്ണൻ മലർന്നു കിടന്നു അവൻ കണ്ണന്റെ പുറത്ത് കയറിയിരുന്നു. അവൻ അവളുടെ ഇടയിൽ കൂടി താഴേക്ക് നൂഴിനിറങ്ങി അവളുടെ കാലിൽ കാലുവെച്ച് വീഴ്ത്തിക്കൊണ്ട് അവൻ അവിടുന്ന് ഓടി. അവൾ ബാലൻസ് ചെയ്യാൻ കഴിയാതെ നേരെ കണ്ണന്റെ നെഞ്ചിലേക്ക് പോയി വീണു. ഞെട്ടിയുണർന്ന കണ്ണൻ കാണുന്നു അവന്റെ മുഖത്തോട് അടുത്ത് നിൽക്കുന്ന നീതുവിന്റെ മുഖമാണ്. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എണീക്കാൻ പോയതും അവളുടെ കാല് തന്നെ അവന്റെ മുകളിൽ കൂടി തന്നെ അവൾ വന്ന് വീണു. ചെന്ന് വീണപ്പോൾ രണ്ടിനെയും തല രണ്ടും കൂട്ടിയിടിച്ചു. രണ്ടുപേരും ഒന്ന് എരിവലിച്ചുകൊണ്ട് തല ഒഴിഞ്ഞുകൊണ്ട് പരസ്പരം നോക്കി. അവന്റെ പുറത്ത് കിടന്ന് തല ഒഴിയുന്ന അവളെ നോക്കി അവൻ കള്ളച്ചിരിയോടെ കിടന്നു. അത് കണ്ടതും അവൾ വേഗം എണീക്കാൻ ഭാവിച്ചു. അവൾ എണീക്കാൻ അനുവദിക്കാതെ അവളുടെ ഇടുപ്പിലൂടെ അവൻ ചേർത്ത് പിടിച്ചതും ഞെട്ടലോടെ അവൾ അവനെ നോക്കി. കണ്ണും തള്ളി അവനെ നോക്കുന്ന നീതുവിനെ നോക്കി അവൻ പുരികം ഉയർത്തിയതും അവൾ അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിട്! അവൾ അവന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ ഇടുപ്പിൽ അവന്റെ കൈ മുറുകി. വിടണോ? ചുണ്ടിൽ കുസൃതിച്ചിരി നിറച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഒന്ന് അമർത്തി മൂളി. എന്നാലേ വിടാൻ എനിക്ക് സൗകര്യമില്ല. അത് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചതും അവളുടെ മുഖം അവന്റെ മുഖത്തോട് അടുത്തു വന്നു. അവൻ കൂളായി അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുന്ന കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. കൈയെടുക്കടോ! അവൾ കണ്ണ് രണ്ടും പൂട്ടി ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ അവളെ ശുണ്ടി പിടിപ്പിക്കാൻ ചിരിയോടെ പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. അവൾ കടുപ്പിച്ച് പറഞ്ഞതും അവന്റെ ചിരിയൊന്ന് കൂടി. കിസ്സോ? അവൻ അവളെ ചുറ്റിപ്പിടിച്ച് ചോദിച്ചതും അവളുടെ മുഖം വീർത്തു. കളിക്കാതെ വിടടോ എന്നെ! അവൾ ശബ്ദമുയർത്തിയതും അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ അവളെ വിട്ടു. അവനെയും തുറിച്ചു നോക്കി അവൾ പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് വന്നു വീണു. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പല്ല് കടിച്ചു. കളിയല്ലാത്തൊരു കാര്യം പറയാനാ? അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ മുഖം ചുളിച്ച് അവനെ നോക്കി. ഐ ലവ് യു! അവളുടെ കാലിൽ ചുണ്ടിയേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് വിറച്ചു. ഇനി പോയിക്കോ! അവൾക്ക് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ അവളിലെ പിടിവിട്ടതും അവൾ ഏതോ ലോകത്തെന്ന പോലെ അങ്ങനെ കിടന്നു. നീതു! അച്ചു! മാളൂട്ടി ഇറക്കി കിടത്തിക്കൊണ്ട് അച്ചുവിനെ എടുക്കാൻ വന്ന രുദ്ര ആ കാഴ്ച കണ്ട് ഞെട്ടി. രുദ്രയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിപ്പിടിഞ്ഞ് എണീറ്റ് വിട്ടുനിന്നു. നീതു രുദ്രയുടെ മുഖത്ത് നോക്കാനാവാതെ തല താഴ്ത്തി നിന്നു. ശ്രീ, നീ എപ്പോ വന്നു? അവൻ ചമ്മൽ മറിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ ഒന്ന് ഇരുത്തി നോക്കി. കണ്ണേട്ടൻ ഇവൾ കിസ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ കൈ രണ്ടും മാറി പിണച്ചേട്ടി പറഞ്ഞതും നീതു അവിടുന്ന് മുകളിലേക്ക് ഓടി. അത് പിന്നെ അല്ല, അച്ചുവിടെ മോനെ, അച്ചുട്ടാ! അതും പറഞ്ഞ് കണ്ണൻ അവിടുന്ന് അടിതപ്പിയതും രുദ്ര ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും പിന്നെ നിൽക്കുന്ന മഹിയെ കണ്ട് ഞെട്ടി. ഹോ, പേടിച്ചു പോയല്ലോ! ഏത് നേരം ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാന്ന് നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടോ? അവൾ നെഞ്ചിലൊന്ന് കൈവച്ച് അവനെ നോക്കി കണ്ണുരുട്ടിയതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി. മഹിയേട്ടാ, എന്തീ കാണിക്കുന്നേ? വിട്ട്! ആരെങ്കിലും കാണും. ആരെങ്കിലും കണ്ടാൽ എന്താ? അവൻ ചിരിയോടെ അവളുടെ കവിളിലൂടെ വിരലോടിച്ചു. കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി നിന്നും ഒരു കള്ളച്ചിരിയോടെ അവൻ ആ ചുണ്ടുകളെ വിരലുകൊണ്ട് പിടിച്ചു വലിച്ചതും അവൾ കണ്ണും തള്ളി അവനെ നോക്കി. രുദ്ര! അവന്റെ ആർദ്രമായ സ്വരം കേട്ടവൾ കണ്ണു വിടർത്തി അവനെ നോക്കി. ഐ ലവ് യു! അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു.
അത് കണ്ടതും അവന്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു. അവളുടെ ചുണ്ടുകളെ അമർത്തി മുത്തിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സ്റ്റിൽ ഐ ലവ് യു. അവനത് പറയാൻ വന്നതും അമ്മേ. പുറത്തുനിന്ന് അച്ചുവിനെ തൂക്കിക്കൊണ്ട് ഹേമയെ വിളിച്ച് അകത്തേക്ക് വന്ന സൂര്യയെ കണ്ട് രണ്ടുപേരും പരസ്പരം അകന്നു മാറി. രുദ്രയെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്ന മഹിയെയും വിളർച്ചയോടെ നിൽക്കുന്ന രുദ്രയെയും അവനൊന്ന് ഇരുത്തി നോക്കി. അച്ഛന്റെ പൊന്നു വാടാ. സൂര്യന്റെ നോട്ടം വക വെക്കാതെ അവൻ അച്ചുവിന് നേരെ കൈനീട്ടിയതും അവൻ ഒറ്റ കുതിപ്പിൽ മഹിയുടെ തോളത്തേക്ക് ചാഞ്ഞു. രുദ്രയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന മഹിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൾ സൂര്യനെ നോക്കി നിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. വരൂ, എല്ലാവരും അകത്തേക്ക് കയറിയിരിക്ക്. അല്ലുവിന്റെ സംസാരം കേട്ടാണ് അന്നു പുറത്തേക്ക് വന്ന്. അൻവറും ഫിദയും അവരുടെ ഫാമിലിയും. ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞോടി. അല്ല, ഇന്ന് വരുന്നൊന്നും പറഞ്ഞ പോലുമില്ലല്ലോ. അല്ലു അത് ചോദിച്ചതും അൻവറും ചിരിച്ചു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് അവൻ തലയാട്ടി. ഇടക്കൊക്കെ ഫിദയുടെ കണ്ണുകൾ അവനെ തേടി വരുന്നുണ്ടെന്നറിഞ്ഞതും അല്ലുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. എങ്കിലും അവളെ നോക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതുമായി അന്നു അങ്ങോട്ട് വന്നു. അല്ലു, വിരോധമില്ലെങ്കിൽ ഞാൻ അമ്മയോട് തനിച്ചൊന്ന് സംസാരിച്ചോട്ടെ. അൻവറിന്റെ ആവശ്യം കേട്ടതും സമ്മതം അറിയിച്ചുകൊണ്ട് അവൻ തലയാട്ടി ചിരിച്ചു. അമ്മനെ വിറച്ച് വിറച്ച് നിന്നതും അൻവർ അകത്തേക്ക് നടന്നു. അല്ലു അവളോട് ചെല്ലാൻ പറഞ്ഞതും അവൾ മടിച്ചു മടിച്ച് അകത്തേക്ക് നടന്നു. അത് കണ്ടതും ഫിദയും ഉമ്മയും ഉപ്പയും ചിരിയോടെ ഇരുന്നു. ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ചിലർക്കൊക്കെ മുടിഞ്ഞ ജാടയായിരുന്നല്ലോ. അൻവർ ഭിത്തിയോട് ചാരിന്ന് പുരികം പൊക്കി ചോദിക്കുന്ന കേട്ടതും അന്നു തലകുനിച്ച് നിന്നു. ആർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നോ എന്നെ ജീവനാണെന്നോ മറ്റോ കേട്ടല്ലോ. അൻവർ പോക്കറ്റിൽ കൈയിട്ടുന്നു. അവൾ അതേ നിർത്തി നിന്നു. അത് കണ്ടതും അൻവർ അവളുടെ അടുത്തേക്ക് വന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്കങ്ങ് തുറന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ. അവനത് പറഞ്ഞതും അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. ഏയ്, അതിന് താനെന്തിനാ കരയുന്നത്? ലീവ് ഇറ്റ്. ഞാൻ വെറുതെ പറഞ്ഞാടോ. അവൾ നോക്കി അവൻ സൗമ്യമായി പറഞ്ഞതും അവൾ കണ്ണു നിറച്ചങ്ങനെ നിന്നു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല സർ. പെട്ടെന്ന് അവളിൽ നിന്ന് അങ്ങനെ കേട്ടതും അവൻ ഞെട്ടിത്തെറിച്ച് പോയി. അന്നു, താനെന്തേ പറയുന്നേ? അവൻ്റെ മുഖത്ത് ദൈന്യത നിറഞ്ഞെന്നു. സാറിനോടുള്ള ഇഷ്ടക്കേടുകൊണ്ടല്ല, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ വലുതാണ് എൻ്റെ കാക്കുവിനെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് കാക്കു ഇല്ലാതെ പറ്റില്ല. അവൾ കണ്ണു നിറച്ച് പറയുന്ന കേട്ടതും അൻവറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാരമില്ലാതായത് അവൻ അറിഞ്ഞു. ഉഫ്, എൻ്റെ പെണ്ണ് എന്തോന്നാടോ ഇത്? വെറുതെ അങ്ങ് ടെൻഷൻ അടിപ്പിക്കുക. ഈ കാരണം കൊണ്ടാണോ താൻ ഇത്രയും വലിയൊരു തീരുമാനം എടുത്ത്? ഈ പെണ്ണ്. അൻവർ തലക്ക് കൈ കൊടുത്തും അവൾ തലതാഴ്ത്തി നിന്നു. തന്നെയും തൻ്റെ കാക്കുവിനെയും തമ്മിൽ പിരിക്കാൻ എനിക്കും താല്പര്യമില്ല. താൻ തൻ്റെ കാക്കുവിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പങ്ക് പറ്റാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കറിയാം അല്ലു നിന്റെ എല്ലാമാണെന്ന്. അവനും നീ മാത്രമേ ഉള്ളൂ എന്നും അറിയാം. അതുകൊണ്ട് ഞാനൊരിക്കലും അവനിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റില്ല. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. നിക്കാഹ് കഴിഞ്ഞാൽ തനിക്ക് പഴയതുപോലെ ഇവിടെ തന്നെ താമസിക്കാം. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അതിൽ യാതൊരു എതിർപ്പുമില്ല. തൻ്റെ കാക്കുവിനെ പോലെ വേണമെന്ന് ഞാൻ പറയില്ല. എന്നെ കൂടി സ്നേഹിച്ചാൽ മതി. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. അന്നു, എൻ്റെ മഹറിൻ്റെ അവകാശിയാവാൻ, എൻ്റെ നല്ല പാതിയായി ജീവിതകാലം മുഴുവൻ എന്നെ സ്നേഹിച്ച് എനിക്കൊപ്പം കഴിയാൻ തനിക്ക് സമ്മതമാണോ? ആർദ്രമായി അവനത് ചോദിക്കുമ്പോൾ അവളുടെ നോട്ടം അവൻ്റെ പ്രണയം തുളുമ്പുന്ന കണ്ണുകളിലായിരുന്നു. സമ്മതം, ഒരു 100 വട്ടം സമ്മതം. അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവൾ പൊട്ടിക്കരച്ചിലൂടെ പറഞ്ഞതും പുഞ്ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. നല്ല ജോബൊക്കെ ആയില്ലേ? പെങ്ങളുടെ കാര്യം ഓക്കെ ആയി. ഇനി എന്താ മോൻ്റെ പ്ലാന്? ഫിദയുടെ ഉപ്പയായിരുന്നു അല്ലുവിനോട് അത് ചോദിച്ചത്. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനില്ല അങ്കിൾ. അവൻ സൗമ്യമായി മറുപടി പറഞ്ഞതും ഫിദയുടെ മുഖത്ത് ഒരു നിരാശ പടർന്നു. മോന് സമ്മതാണെങ്കിൽ അമ്ന മോൾക്കൊപ്പം മോനും വന്നൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ മരുമകനായി? ഒട്ടും ആലോചിക്കാതെയുള്ള അയാളുടെ ചോദ്യം കേട്ട് അവനൊന്ന് അമ്പരന്നു. എന്ത് കണ്ടിട്ടാണ് അയാൾ തൻ്റെ മകൾക്ക് വേണ്ടി എന്നെ ചോദിക്കുന്നതെന്ന് അവൻ അത്ഭുതമായിരുന്നു. മോനൊന്നും പറഞ്ഞില്ല. അയാളത് പറഞ്ഞപ്പോൾ ഫിദയുടെ മുഖത്ത് ആകാംക്ഷ കൂടി. അതവൻ കണ്ടിരുന്നു. അത് അങ്കിൾ, എന്നോടൊന്നും തോന്നരുത്. എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. സോറി. അത് ഫിദയുടെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരുപാട് ശ്രമിച്ചു. അനുസരിക്കാൻ കണ്ണുകൾ തയ്യാറായില്ല. അവൻ്റെ മുന്നിൽ നിന്ന് കണ്ണീരടക്കാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി. അത് കണ്ടതും അല്ലുവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് തെളിച്ചും കൂടി. അനുവിനൊപ്പം പുറത്തേക്ക് വരുന്ന അൻവറിനെ കണ്ടതും അവൾ അവിടുന്ന് എണീറ്റു. പോവാം. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് ഫിദ അവിടുന്ന് പുറത്തേക്ക് നടന്നു. അൻവർ അല്ലുവിനെ നോക്കി കണ്ണുരുട്ടി.
എന്തിനാണ് അവളിങ്ങനെ കരയിക്കുന്നത്? ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞൂടെ? അൻവർ അത് പറഞ്ഞതും അവൻ കണ്ണിറിക്കൊന്ന് ചിരിച്ചു. സമയമായിട്ടില്ല അളിയ, നാളെ അവളുടെ പിറന്നാളല്ലേ. നാളെ ഞാൻ അവൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എൻ്റെ പ്രണയമാണ്. ഇത്രയും കാലം ഉള്ളിലൊളിപ്പിച്ച എൻ്റെ പ്രണയം. അവൻ്റെ വാക്കുകൾ കേട്ടതും അൻവറും ഉപ്പയും ഉമ്മയും തലയാട്ടി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയി. മാളൂട്ടിയുടെ വിളിയും നിർത്താതെയുള്ള കരച്ചിലും കേട്ടാണ് മഹി മുറിയിലേക്ക് ഓടി വന്നത്. കട്ടിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന മോളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. വാവേ, കരയില്ലേടാ, അച്ഛൻ്റെ പൊന്ന് കരയില്ലേ, വാവോ. മഹി മോളെ വാരി നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. ഉറക്കത്തിൽ മറിഞ്ഞു വീണതാണ്. നെറ്റി മുഴച്ചിട്ടുണ്ട്. കയ്യിലൊക്കെ ഉണ്ടായിരുന്ന മുറി ഉണങ്ങാത്തതുകൊണ്ടാവും വീഴ്ചയിൽ ചോര ഒലിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ മഹിയുടെ നിയന്ത്രണം വിട്ടിരുന്നു. അതിൻ്റെ കൂടെ നിർത്താതെയുള്ള കരച്ചിൽ കൂടിയായപ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. രുദ്ര! ആ വീട് ഇളക്കി മറിക്കും വിധത്തിൽ അവൻ അലറി. അച്ചുവിന് ചെറിയ പനി പോലെ വന്നു വിഷനെ കാണിക്കാൻ പോയതായിരുന്നു രുദ്ര. മഹിയുടെ അലർച്ച കേട്ടതും അവൾ അച്ചുവിനെ വിഷുവിനെ ഏൽപ്പിച്ച് മുകളിലേക്ക് ഓടി. എന്താ മഹിയേട്ടാ? അവൾ അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും മഹി അവളെ തുറിച്ചു നോക്കി. അപ്പോഴാണ് വാവിട്ട് കരയുന്ന മോളെ അവൾ ശ്രദ്ധിക്കുന്നത്. മോളെ! അവൾ മോളെ എടുക്കാൻ തുനിഞ്ഞതും മഹി അവളെ തടഞ്ഞു. മോളെ ശ്രദ്ധിക്കാൻ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ വരുമ്പോൾ നിലത്ത് വീണ് കിടന്ന് കരയുമായിരുന്നു. നിനക്ക് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാലെന്താ? ഓ, അതിന് നിന്റെ തലയിൽ ഞാനോ മക്കളോ ഇല്ലല്ലോ. കൂടപ്പിറപ്പുകൾക്ക് മാത്രല്ലേ അവിടെ സ്ഥാനമുള്ളൂ. ഉള്ളിൽ നുരഞ്ഞു വന്നിയ ദേഷ്യത്തിൽ അവൻ വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ദേ, വെറുതെ അതും ഇതും പറയരുത്. എൻ്റെ മക്കൾ എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവൾക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓ, എന്നിട്ടാണോ മക്കളുടെ കാര്യത്തിൽ ഇത്രയും അശ്രദ്ധ കാണിക്കുന്നത്? മഹി മോളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പതിയെ തട്ടിക്കൊണ്ട് രുദ്രയോട് ശബ്ദമുയർത്തിയതും അവൾ മോളെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അവനെ വകവെക്കാതെ മോളെ ബെഡിലേക്ക് കിടത്തി. ഷെൽഫ് തുറന്ന് മെഡിസിൻ എടുത്ത് മോളെ കഴിപ്പിച്ചു. അമ്മയുടെ പൊന്നിന് ഒന്നുമില്ല കേട്ടോ. അതും പറഞ്ഞ് രുദ്ര അവൾക്ക് ഉമ്മൊടുത്തും അവളുടെ കരച്ചിൽ നേർത്തു വന്നു. അമ്മയുടെ കൈ ചുറ്റിപ്പിടിച്ച് അവൾ ചിണുങ്ങിക്കൊണ്ട് ഉറക്കത്തിലേക്ക് വീണതും രുദ്ര ഒന്നുകൂടി മോളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. രക്തം പുരണ്ട ബാൻഡേജൊക്കെ അഴിച്ചു മാറ്റി വേറെ കെട്ടിക്കൊടുത്തിരിഞ്ഞതും മഹിയുടെ ദേഷ്യമൊന്ന് കുറഞ്ഞിരുന്നു. മക്കളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയാണെങ്കിൽ മഹിയേട്ടൻ എന്തുകൊണ്ട് മോളെ ശ്രദ്ധിച്ചില്ല? ഇന്ന് രാവിലെ മുതൽ മോൻ പനിച്ചു പറിച്ച് കിടന്നിട്ട് മഹിയേട്ടൻ അത് അറിഞ്ഞോ? ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, കൂടപ്പിറപ്പുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല. പനി പിടിച്ച് കിടന്ന അച്ഛനെ അച്ഛനെ കാണിക്കാൻ പോയതാ, അല്ലാതെ. ബാക്കി മുഴുമിക്കാതെ അവൾ പുറത്തേക്ക് നടന്നു. മഹിക്ക് എന്തോ പോലെയായി. ഛേ, വേണ്ടായിരുന്നു. അവൻ മുഷ്ടിയുരുട്ടി ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.